അത് എൻ്റെ മൈൻഡിൽ ടൊയോട്ടോ എന്നുള്ളൊരു ബ്രാൻഡായിരുന്നു. പക്ഷേ ഈ വണ്ടി സ്മാർട്ട് ഹൈബ്രിഡ് ഉദ്ദേശിക്കുന്ന മൈലേജും കൂടെ ആണല്ലോ. മൈലേജ് കമ്പനി പറയുന്ന 19-20 എന്നാണ്. ബ്രസയുടെ നേരത്തെ 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഒക്കെ ആയിരുന്നു. ഇപ്പം 6 സ്പീഡ് ടോർക്ക് കൺവേർട്ട് ഗിയർ ബോക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പവർ കയറുന്ന സമയത്ത് പവർ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ലെഗ് സ്പേസ് കൂട്ടാൻ വേണ്ടി തൈ സപ്പോർട്ട് കുറയ്ക്കുന്നതായിട്ട് എനിക്കൊരു ഇത് തോന്നുന്നുണ്ട്. കാര്യം കുറച്ചുകൂടെ തൈ സപ്പോർട്ട് വെച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു. ഹലോ ഫ്രണ്ട്സ്, വോഗത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ മാരുതിയുടെ ബ്രസയാണ്. ബ്രസയുടെ 2020 ഇറങ്ങിയ ഏറ്റവും പുതിയ മോഡലാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. യൂസർ എക്സ്പീരിയൻസ് പതിപോലെ നമ്മൾ യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ഇതും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇദ്ദേഹമാണ് ഈ വാഹനം സ്വന്തമാക്കിയ ആൾ. അപ്പം എടുത്തിട്ട് ഏകദേശം കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ ലോങ് ടേം റിവ്യൂ ഒന്നും ഇപ്പം നടക്കില്ല. കുറച്ച് ഓടിയതിന് ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്ക് ലോങ് ടേം റിവ്യൂസ് കിട്ടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം കിട്ടിയ ആ ഒരു സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. ഹായ് ചേട്ടാ, എന്താണ് പേര്? വിൻസ്. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ഓക്കെ. അപ്പം മാരുതി ബ്രസ് എടുത്തല്ലേ? ബ്രസ് എടുത്തിട്ട് എത്ര ദിവസമായിട്ടുണ്ട്? ഇപ്പം ഒരു മാസമായി. അപ്പം ഒരു മാസമൊക്കെ ആയിട്ടുള്ളൂ ഇത് ഇറങ്ങി തുടങ്ങിയിട്ടും. അതെ. തുടങ്ങിയിട്ട് ഫസ്റ്റ് ബുക്കിംഗ് ഒക്കെ ആയിരിക്കും അല്ലേ? ഇപ്പൊ ബുക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഡിസംബർ ജനുവരി ഒക്കെ വരെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, ഇപ്പം കുറെ ബുക്കിങ്ങുകൾ കൂടിയിട്ടുണ്ട്. അപ്പം അതിന്റെ അനുസരിച്ച് വെയിറ്റിംഗ് പീരീഡും കൂടിയിട്ടുണ്ട്. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ബ്രസ് എടുക്കാനായിട്ടുള്ള കാരണം? ആക്ച്വലി നമ്മുടെ ഈ ഒരു റേഞ്ചിലുള്ള ഒരു നല്ലൊരു വണ്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ ബ്രസയിലോട്ട് വന്നത്. അപ്പോൾ വേറെ വാഹനങ്ങൾ നോക്കിയിരുന്നോ? ഞാൻ വേറെ ഹ്യുണ്ടായുടെ വെന്യൂ നോക്കിയിരുന്നു, വേറെ ടൈഗൺ നോക്കിയിരുന്നു. അപ്പം ഇതിനകത്തൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു വണ്ടി എന്നുള്ള നിലയിൽ ഇതാണ്. അതായത് പെർഫോമൻസ് നോക്കിയാലും എല്ലാം കൊണ്ടും മൈലേജും കാര്യങ്ങളെല്ലാം കൊണ്ടും ഇതാണ് ബെറ്റർ എന്ന് തോന്നി. എനിക്ക് അതിന്റെ പുതിയ മോഡൽ വന്നപ്പോൾ അതും ഇഷ്ടപ്പെട്ടു. അതിന് ഞാൻ അർബൻ ക്രൂയിസർ എടുക്കാൻ ഇരുന്നതാണ് ടൊയോട്ടയുടെ. അപ്പോഴാണ് ഈ ഒരു ബ്രസയുടെ പുതിയൊരു മോഡൽ വരുന്നുണ്ട് എന്നാണ്. പിന്നെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഇതെടുത്ത്. അർബൻ ക്രൂസർ ഇപ്പോഴും പഴയ മോഡലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പുതിയ മോഡൽ വരുന്നതേ ഉള്ളൂ. അതെ, ഹൈ റൈഡർ. അതിനുവേണ്ടി വേറെ ഒരു റേഞ്ച്. പക്ഷേ അത് ഇനിയും ഭയങ്കര വെയിറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിന്റെ ബഡ്ജറ്റ് കാര്യങ്ങൾ എത്രയാണോ അതിന്റെ പ്രൈസ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഈ പറഞ്ഞ ഇത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു വണ്ടിയെന്ന് തോന്നി. ഇതിന്റെ പുതിയ മോഡൽ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് ഏത് വേരിയന്റ് ആണ് വന്നിരിക്കുന്നത്? ZXi ആണ്. അപ്പം ZXi പ്ലസ് ആണ് ഏറ്റവും ടോപ്പ്. അതിന്റെ തൊട്ട് താഴെ. അപ്പം അത് ഇതുമായിട്ട് എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? കാഴ്ചയിലെ വ്യത്യാസം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോഗ് ലാമ്പ് അതിന് അഡീഷണൽ ഇൻബിൽറ്റ് ആണ് അതിനുണ്ട്. അതെ, അതുപോലെ അലോയ് ആണെങ്കിലും വേറെ ഒരു അലോയ് ആണ്. ഡയമണ്ട് കട്ട് ആയിരിക്കും ആ ഒരു മോഡൽ. ഡ്യുവൽ ടോൺ അലോയ് ആണ്. ബ്ലാക്ക് പോലൊക്കെ ഇരിക്കുന്നു. പിന്നെ വരുന്ന ഉള്ളിലാണ് ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ 360 ക്യാമറ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. അതെ. പിന്നീട് മറ്റേ പാഡിൽ ഷിഫ്റ്റും ക്രൂസ് കൺട്രോളും ഒക്കെ ഇതിനുണ്ടോ? അതൊക്കെ ഇതിനുണ്ട്. ഓക്കെ. ഇപ്പം ഇതിന്റെ ഫീച്ചേഴ്സുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ തോന്നി? മാരുതിയുടെ ഒരു വണ്ടി നേരത്തെ ഏത് വാഹനമാണ് ഉപയോഗിച്ചിരുന്നത്? നേരത്തെ സ്വിഫ്റ്റ് ആണ് യൂസ് ചെയ്തത്. മാരുതിയുടെ തന്നെ വാഹനമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം പുതിയ മാരുതിയുടെ വാഹനത്തിലോട്ട് വന്നപ്പോ എങ്ങനെ തോന്നി? വ്യത്യാസം എനിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ? കുറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പുതിയ മോഡൽ സ്വിഫ്റ്റ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ അതിന്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഒരു പ്ലാസ്റ്റിക് കുറച്ചുകൂടെ. അതെ, അതിനൊക്കെ വെച്ച് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതെ, എല്ലാം കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അകത്തെ ബാക്കി ഫീച്ചേഴ്സുകൾ അപ്പം നമ്മുടെ ഡിസ്പ്ലേ ഒക്കെ നോക്കിയാൽ എങ്ങനെയുണ്ട്? അതിന്റെ ക്വാളിറ്റി ഒക്കെ, ടച്ച് ഒക്കെ, റെസ്പോൺസ് ഒക്കെ? നല്ല റെസ്പോൺസും നാവിഗേഷൻ ഒക്കെ യൂസ് ചെയ്തോ? എടുത്താലേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയില്ല. പക്ഷേ ടച്ച് കാര്യങ്ങളൊക്കെ നല്ല ബെറ്റർ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. ഫീച്ചേഴ്സ് അതൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. ഇനി ബാക്കി അകത്തെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഫീൽ ചെയ്തു? ബാക്കി ഇതിന്റെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ? ഇതിനകത്ത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വരുമ്പോൾ എനിക്കൊന്നും ഒരു ആവറേജ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ അതിനകത്ത്. കാര്യം ഈ മാരുതിയുടെ ആയതുകൊണ്ടായിരിക്കാം
കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാൽ കൊള്ളാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു റേഞ്ച് കുറച്ചുകൂടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ബെറ്റർ ആക്കിയാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കണമായിരുന്നു. അതെ അതെ. പിന്നെ പോയിട്ട് ബാക്കി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ നല്ലൊരു രീതി തന്നെയാണ് ഇവർ വന്നിട്ടുള്ളത്. പോയിട്ട് പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പം AC ആണെങ്കിലും ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. AC കൂളാന്നൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അതിന്റെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. ഉണ്ട്. ബാക്കിൽ എയർ വെന്റ് വരുന്നുണ്ട്. അതുപോലെ പിന്നെ സ്റ്റിയറിംഗിന്റെ തന്നെയാണെങ്കിലും ടിൽറ്റും വരുന്നുണ്ട്, ടെലിസ്കോപ്പിക്കും സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ രീതിയും ഇപ്പം വരുന്ന വണ്ടികൾക്ക് വരുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. കൂടാതെ പിന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത്. അതെ 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 അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ്. പിന്നെ ഈ ഒരു സംഭവമേ ഉള്ളൂ, കുറച്ചുകൂടെ ഇന്റീരിയർ ഒന്ന് ബെറ്റർ ആക്കിയാൽ കൊള്ളായിരുന്നു അഭിപ്രായം ഉണ്ട്. ഇവരുടെ പുതിയ ഗ്രാൻഡ് വിറ്റാറ ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് അവിടെ അധികം താമസിയാതെ തന്നെ റോഡുകളിൽ കാണാനായിട്ട് സാധിക്കും. അതിന്റെ വില അതനുസരിച്ച് കൂടുതലായിരിക്കും. നമ്മുടെ അതിന്റെയൊക്കെ ഇന്റീരിയർ കാണുമ്പോൾ നമ്മൾ ഭയങ്കര നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്താണ് അതിന്റെ വില എങ്ങനെയാണ്. അത് ഫുള്ളി ഒരു ഹൈബ്രിഡ് വാഹനം ആയതുകൊണ്ട് അതനുസരിച്ചുള്ള വിലയാകും. പിന്നെ നമ്മുടെ ടൊയോട്ട ഹൈ റൈഡറിന്റെ കോമ്പറ്റേറ്റർ ആണല്ലോ, കോമ്പറ്റേറ്റർ എന്ന് പറയാനൊക്കെ ഇല്ല, ഒരേ വാഹനം തന്നെയാണ് രണ്ടും. പക്ഷേ അവർക്ക് തന്നെ സെയിം ഈ എഞ്ചിൻ തന്നെയും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പ്രൈസിൽ അതിന്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ചിലപ്പം ടൊയോട്ടയിലോട്ട് പോകാൻ ആൾക്കാർ നോക്കൂ. ഓക്കെ അത്തരം കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഇതിന് സർവീസ് ഒന്നും കഴിയാൻ വഴിയില്ലല്ലോ, സർവീസ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം സർവീസിന്റെ കോസ്റ്റ് വല്ല അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാക്കേജോ അങ്ങനെ എന്തെങ്കിലും? നോർമലി അവർ പറഞ്ഞിട്ടുള്ളത് 1750 തൊട്ട് 1000 കിലോമീറ്റർ വരും, അല്ലെങ്കിൽ ഒരു മാസം ആകുമ്പോഴാണ് സർവീസ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് അതിന്റെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇനിയും സർവീസ് വരുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. അതെ ഓക്കെ. അപ്പം ഇത് ZXi ആണ്, ടോപ്പ് മോഡൽ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് മോഡലിന്റെ അതായത് പ്ലസിന്റെ തൊട്ട് താഴത്തെ. അപ്പം ഇതിന് ഓൺ റോഡ് പ്രൈസ് എത്ര ആയിരുന്നു വന്നിരുന്നത്? നമുക്ക് ഓൺ റോഡ് വന്നപ്പം 1480 വന്നിട്ടുണ്ട്. 14,80,000 രൂപ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് വെച്ചോ അതോ? ഫോഗ് ലാമ്പ് വെച്ചിട്ടില്ല, അതൊക്കെ ഇനിയും വെക്കണം. കാര്യം മറ്റൊന്നുമല്ല, ഈ പുതിയ വണ്ടികളായതുകൊണ്ട് അവർ കമ്പനി വന്നിട്ടില്ല എന്നുള്ള ആണ്, ഡീലർഷിപ്പിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ആക്സസറീസ് വരാനുണ്ടെന്നല്ലേ? കുറെ വരാനുണ്ട്. അപ്പം അത് വെപ്പിക്കണം, കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ചെയ്യാനുണ്ട്. വേറെ എന്തൊക്കെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന് ഫോഗ് ലാമ്പ്, അതുപോലെ സൈഡ് ബീഡിങ് കാര്യങ്ങളും, പിന്നെ ഹാൻഡ് റെസ്റ്റ്, ഈ ഡ്രൈവർ സീറ്റിന്റെ അവിടുത്തെ ഹാൻഡ് റെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. അത് ഷോറൂമിൽ നിന്ന് തന്നെയാണോ? എല്ലാം ഷോറൂമിൽ തന്നെ അവരെല്ലാം ചെയ്യും. അതെ അതെ. ആക്സസറീസിന് എല്ലാം അവിടെ എന്തെങ്കിലും ഒരു എസ്റ്റിമേറ്റ് വല്ലതും പറഞ്ഞോ? അത് ആ ടൈമില് മൊത്തം 20 രൂപ ആ റേഞ്ചൊക്കെയാണ് പറഞ്ഞത്, സീറ്റ് കവർ ഉൾപ്പെടെ. അതിനകത്ത് നമുക്ക് പിന്നെ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് എടുത്താൽ മതി. 20,000 അത് വലിയ കുഴപ്പമില്ല, നഷ്ടമില്ല, ലാഭം തന്നെ തോന്നുന്നു ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ. അതെ അതെ. എന്തായാലും അത് നമുക്ക് നോക്കാം, വന്നു കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്, വഴിയെ കണ്ടറിയാം. അതെ ഓക്കെ. പിന്നെ ഇതിന് ഹൈബ്രിഡ് ടെക്നോളജി ആണല്ലോ, അതായത് സ്മാർട്ട് ഹൈബ്രിഡ്. ഒരു ലൈറ്റ് ഒരു ടോർക്കിന് ഒരു ചെറിയൊരു താങ്ങ് കൊടുക്കും. നമ്മൾ നേരത്തെ നമ്മുടെ സിയാസിൽ കാണിച്ചിരുന്നു. അതുപോലെ സമാനമായ ഒരു ടെക്നോളജിയാണ് ഇതിലും വന്നിരിക്കുന്നത്. ഇതിന്റെ ഹൈബ്രിഡ് ടെക്നോളജി ഡിസ്പ്ലേയിൽ കാണിക്കില്ലേ? അത് കാണിക്കുന്നുണ്ട്. ഏതൊക്കെ സമയത്താണത്? അത് നമുക്ക് ട്രാഫിക്കിലൊക്കെ കിടക്കും, ഐഡിയൽ ആണ് സ്റ്റോപ്പായിട്ട് കിടക്കാം, അങ്ങനെ. അതെ അതെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ സ്മാർട്ട് ഹൈബ്രിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാറ്ററി കൊണ്ട് ആ കാര്യങ്ങളൊക്കെയാണ്. അതെ അതെ. പിന്നെ ചില ടൈമിൽ ജസ്റ്റ് ബാറ്ററിയിൽ ചെറിയ തോതിൽ റണ്ണിങ്ങിൽ സപ്പോർട്ട് കൊടുക്കും. അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം സ്മാർട്ട് ഹൈബ്രിഡ് ഉദ്ദേശിക്കുന്നത് മൈലേജ് കൂടെ ആണല്ലോ. മൈലേജ് കമ്പനി പറയുന്ന 19-20 എന്നാണ്. നമുക്ക് ആവറേജ് ഒരു 15 തൊട്ട് 17 കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കിപ്പം കിട്ടുന്നത് 13 ആണ്. പിന്നെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. റണ്ണിങ്ങിന്റെ ഇപ്പം തന്നെ ആണെങ്കിലും കുറച്ചുകൂടെ ഓടുന്നതനുസരിച്ച് കൂടി വരുന്നുണ്ട്. അങ്ങനെ പോയാലും 15-17 കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ട്? ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതുവരെ ഓടിച്ച് എനിക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ചെറിയ ചെറിയ ഓഫ് റോഡുകൾക്കുള്ളതൊക്കെ കയറിയിട്ടും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടയറിന്റെയും ഈ ഒരു സ്പേസും തമ്മിൽ നല്ലൊരു ഹൈറ്റ് വരുന്നുണ്ട്. നോർമലി എനിക്കിതുവരെ എങ്ങും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അതുപോലെ നമ്മുടെ സ്റ്റിയറിംഗ് കംഫോർട്ട്, ബ്രേക്കിംഗ്, മാരുതിയുടെ ബ്രേക്കിംഗ് ഒക്കെ ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഇത് പുതിയൊരു വാഹനമായിട്ട്
കുഴപ്പമില്ലായിരിക്കുമല്ലോ. ഇതുവരെയും കുഴപ്പമില്ല. കാര്യം എനിക്കൊന്നും ഫ്രണ്ട് മാത്രം ഡിസ്ക് ഉള്ളൂ, ബാക്കിൽ ഡ്രം ആണ് വരുന്നത്. എനിക്ക് മൊത്തം ഡിസ്ക് ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെയും വലിയ സഡൻ ബ്രേക്ക് ഇടേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല. എന്നാലും നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. പിന്നെ മെയിൻ ഒരു കാര്യം വേറൊരു കാര്യം നമ്മൾ ബ്രസയുടെ നേരത്തെ 4 സ്പീഡ് ഓട്ടോമാറ്റിക് ഒക്കെ ആയിരുന്നു, ഇപ്പം 6 സ്പീഡ് ടോർക്ക് കൺവേർട്ട് ഗിയർ ബോക്സ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പവർ കയറുന്ന സമയത്ത് പവർ ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഇതിന് എനിക്ക് അങ്ങനെ ഒരു സംഭവം, ഞാൻ AMT ഓടിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ ഈ ഒരു ടോർക്ക് കൺവേർട്ടർ വന്ന പിന്നെ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല പവർ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു എനിക്ക് തോന്നുന്നു ചെറിയൊരു റേസിങ്, അതെനിക്ക് ഒന്ന് സർവീസ് ഒന്ന് പറയണമെന്ന് തോന്നുന്നു. കാല് കൊടുക്കുമ്പോൾ ചില ടൈം ചെറിയൊരു റേസിങ് കൂടുതലായിട്ട് RPM കയറുന്നുണ്ട്. അതെ അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് അല്ലാതെ അത് ചില ടൈമിൽ വരുന്നു. ചിലപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനോട് ഫെമിലിയർ ആകുമ്പോൾ അത് ചിലപ്പം ഓക്കെ ആവുമായിരിക്കും. അത് ഇനി എന്റെ ഡ്രൈവിംഗിന്റെ ആണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെങ്കിൽ നല്ല പവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കൊടുക്കുമ്പോൾ തന്നെ വലിയ കയറി പോകുന്നുണ്ട്, നല്ലതായിട്ട് കയറി പോകുന്നുണ്ട്. അതെ ഓവർടേക്ക് ഒക്കെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കയറ്റങ്ങളൊക്കെ കയറുമ്പോൾ എന്തായാലും ഹിൽ ഹോൾഡ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡ്രൈവിംഗ് എപ്പോഴും കോൺഫിഡന്റ് ആണ്. ഓക്കെ, ഇനി പിന്നീട് അറിയേണ്ടത് യാത്രാസുഖമാണ്. അപ്പം എടുത്തിട്ട് ലോങ് വല്ലതും പോയായിരുന്നോ? ലോങ് കുറച്ചൊന്ന് പോയി നോക്കിയായിരുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ല. യാത്രാസുഖം ഇത്ര ഓടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വണ്ടി ഡ്രൈവിംഗ് ആണെങ്കിലും ഇരിക്കാനുള്ള പൊസിഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പുറകിൽ ആളുകൾ ഫാമിലിയൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന സാധാരണ നമ്മളെ കൂട്ടുള്ള കുറച്ച് ആൾക്ക് സുഖമായിട്ട് 4 പേർക്ക് സുഖമായിട്ടിരിക്കാം. ബൈക്കിലാണെങ്കിൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ യാത്രാസുഖം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ തൈ സപ്പോർട്ട് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു മിക്ക വണ്ടികളും ലെഗ് സ്പേസ് കൂട്ടാൻ വേണ്ടി തൈ സപ്പോർട്ട് കുറയ്ക്കുന്നതായിട്ട് എനിക്കൊരു ഇത് തോന്നുന്നുണ്ട്. കാര്യം കുറച്ചുകൂടെ തൈ സപ്പോർട്ട് വെച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ഇതാ. ഇപ്പം മറ്റ് ഇതിനേക്കാളും കൂടിയ വണ്ടികൾക്ക് പോലും എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം ഫീൽ ചെയ്തായിരുന്നു. കാര്യം എനിക്ക് തോന്നുന്നു സ്പേസ് കൂട്ടാനായിരിക്കും തൈ സപ്പോർട്ട് കുറയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് ഓക്കെ, ബൈക്കിൽ തൈ സപ്പോർട്ടൊക്കെ ഓക്കെ എന്ന് ഞാൻ പറയുള്ളൂ. യാത്രയൊക്കെ ഓക്കെയാണ്. ബാക്കി ഇപ്പം ഡിക്കി സ്പേസ് എങ്ങനെയുണ്ട്? ബൂട്ട് സ്പേസിൽ സാധനങ്ങളൊക്കെ ആവശ്യത്തിന് അത്യാവശ്യം വെക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം ഒരു 360 ലിറ്ററോളമാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കാര്യം. അതുപോലെ തന്നെ സീറ്റ് ആണെങ്കിലും 60/40 ആണ് ഇതിന്റെ വരുന്നത്. 60/40 അപ്പം അതെ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് തോന്നുന്നു അത്യാവശ്യം സാധനങ്ങളെല്ലാം കയറാം എന്നുള്ളൊരു ഓക്കെയാണ്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മാരുതി ബ്രെസ്സ 2022 പറ്റി നമുക്ക് അറിയാനായിട്ടുള്ളത്. അപ്പം ഈ ഒരു വാഹനം എങ്ങനെയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യും? ഒരു ഏത് ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക്? ഇപ്പം ഇതിന് കോമ്പറ്റേറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതായത് നമ്മുടെ XUV 300 ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അർബൻ ക്രൂസർ ഇതിൻ്റെ അനുജൻ തന്നെ ഉണ്ട്, പിന്നെ വെന്യൂ കോമ്പറ്റേറ്റർ വേണേൽ കൂട്ടാം വരുന്നുണ്ട്. അങ്ങനെ കുറേ വാഹനങ്ങൾ വരുന്നുണ്ട്. നോർമലി എനിക്ക് തോന്നുന്നു ഒരു 12 lakh ഒക്കെയാണ് ബഡ്ജറ്റ് വെച്ച്, അല്ലെങ്കിൽ 12 to 15 ഒക്കെയാണ് ബഡ്ജറ്റ് വെക്കുന്നുണ്ട്. പവർ കുറച്ചുകൂടെ വേണം എന്നുള്ള അങ്ങനെയുള്ള ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ആപ്റ്റാണ്. അതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ കുറച്ചുകൂടി സ്റ്റൈലിഷ് കാര്യങ്ങൾ, ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിലയിൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള വണ്ടികൾക്ക് അത്ര കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ഇപ്പം നിലവിൽ ഇപ്പം അർബൻ ക്രൂസറിന്റെ പഴയ മോഡൽ തന്നെ അവർ കൊടുത്തോണ്ടിരുന്നത് കൊണ്ട് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വില കുറവാണ് അർബൻ ക്രൂസറിന് ഇപ്പം വന്നിരിക്കുന്നത്. ഇപ്പം ഇതിന്റെ പുതിയ മോഡൽ ഇറങ്ങിയോണ്ട് ഇത് കുറച്ച് കയറി നിൽക്കുന്നു, അല്ലെങ്കിൽ അർബൻ ആയിരുന്നു കയറി ഇരിക്കേണ്ടത്. ആ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ ലുക്കും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലും നമ്മുടെ റിയറൊക്കെ നല്ല ടെയിലൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ അട്രാക്റ്റീവ് ആണ്. അപ്പം എല്ലാം കൊണ്ടും വാഹനം ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ ആ ഒരു ലുക്കിൽ തന്നെ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം എൻ്റെ മൈൻഡിൽ ടൊയോട്ടോ എന്നുള്ളൊരു ബ്രാൻഡ് ആയിരുന്നു. പക്ഷേ ഈ വണ്ടി ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് പിന്നെ മാറി വന്നത്. അപ്പം ആളുകൾക്ക് സജസ്റ്റ് ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും സജസ്റ്റ്. മൈലേജ് കുറച്ചുകൂടെ ഓടിയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് മാരുതി ബ്രെസ്സയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വാഹനത്തെ പറ്റിയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഏതൊരു വാഹനങ്ങളുടെ യൂസർ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂസർ റിവ്യൂ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ മെയിൽ ID-യിൽ ഒരു മെയിൽ അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് നോക്കുന്നതായിരിക്കും. നമ്മുടെ പത്തനംതിട്ട ആ ഒരു
ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സൗകര്യമായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളിതുപോലെ കുറേ വീഡിയോസ് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. ഇത്രയും ടൈം ബിസിനസ്സൊക്കെയാണ് എങ്കിലും നമുക്ക് ഇത്രയും സമയം നമുക്ക് തന്നു. ഒരു സൺഡേ നോക്കിയാണ് നമ്മൾ ഷൂട്ടൊക്കെ ഫിക്സ് ചെയ്തത്. അപ്പം നമുക്ക് നല്ല കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചു. വളരെ നന്ദിയുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.